എന്തുകൊണ്ടാണെന്നറിയോ? നബിക്ക് മനസ്സമാധാനം കൊടുത്ത ഭാര്യയാണത്. തങ്ങൾക്ക് സമ്പത്ത് കൊടുത്തിട്ട്, വാക്കുകൊടുത്ത്, സമയം കൊടുത്ത്, മനസ്സുകൊടുത്ത് ഹബീബിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന് ആഭ്യന്തര അഭയം, അൽ അംനു ദാഖിലി, നബി തങ്ങൾക്ക് നൽകിയ ഹബീബിന്റെ ഭാര്യയാണ്. 15 വയസ്സേറെയാണ് ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹ. നോക്കണേ, 15 വയസ്സേറെയാണ്. എന്നിട്ട് പറഞ്ഞു, റുസ്ഖ്തു ഹുബ്ബഹാ, എന്റെ ഖദീജയോടുള്ള സ്നേഹം അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. എന്റെ മനസ്സിൽ എനിക്ക് ഖദീജയോട് ഇഷ്ടമാണ് റളിയല്ലാഹു അൻഹ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, പല്ലൊക്കെ പോയി ചുവന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ലേ ഈ ഖദീജ? എന്നിട്ട് റളിയല്ലാഹു അൻഹ ആയിഷ ബീവി പറയാം, ഞാൻ മഹദിയെ കണ്ടിട്ട് പോലില്ല. എനിക്ക് ഇത്ര അസൂയുള്ള നബിയുടെ ഒരു ഭാര്യ വേറല്ല. ഞാൻ കണ്ടിട്ടുണ്ടല്ല ഖദീജ ബീവിയെ. അവർ മരിച്ചതിന് ശേഷം ഞാൻ തന്നെ അവരുടെ കഥ അറിയുന്നത് റളിയല്ലാഹു അൻഹ. ഞാൻ കണ്ടിരുന്നില്ല. കാരണം ആയിഷ ബീവിയെ ഹിജ്റക്ക് ശേഷമല്ലേ നബി ഞങ്ങൾ കൊണ്ടുവരുന്നത് റളിയല്ലാഹു അൻഹയെ. എന്നിട്ട് പറയും, എന്തുണ്ടെങ്കിലും എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് പറയും റളിയല്ലാഹു അൻഹ. എന്തെങ്കിലും ഒരു നല്ല വിശേഷപ്പെട്ട ഭക്ഷണം എന്നാ പറയും, ഖദീജന്റെ കൂട്ടുകാരികൾ ഉണ്ടാവും, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. യാ അല്ലാഹ്. ഒരിക്കൽ ഹാല ബീവി റളിയല്ലാഹു അൻഹ വന്നു. ഖദീജ ബീവിന്റെ സഹോദരിയാണ്, അനിയത്തിയാണ്. ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഹാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രന്റെ ചുറ്റുമുള്ള പ്രഭാവലയത്തിനാണ് ഹാല എന്ന അറബിയിൽ പറയാ. പെൺകുട്ടിക്ക് പേരിടാൻ പറ്റിയ പേരാ. അപ്പോ ഹാല ബിൻത് ഖുവൈലിദ് സ്വഹാബിയത്താണ്. ബീവി വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോട് സലാം പറഞ്ഞു. നബി തങ്ങൾ കിടക്കുകയാണ് വീട്ടിൽ, ആയിഷ ബീവി അടുത്തുണ്ട്. നബി തങ്ങൾ ഒരൊറ്റ ഇരിക്കല്, കിടന്നിടത്ത് എഴുന്നേറ്റങ്ങോട്ട് ഇരുന്നിട്ട്, ഹാദിഹി ഹാല, ഹാലയാണോ വന്നത്? ആയിഷ ബീവി, എന്താ നബി നിങ്ങൾക്കൊരു ഇളക്കം? ഹാല വന്നപ്പോ എന്തേ ഒരു എണീറ്റിരിക്കലും ഒരു ചോദ്യമൊക്കെ? പറഞ്ഞു, ദക്കറത്തിനി ഖദീജ, ഹാലയുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എൻ്റെ ഖദീജയെ ഓർമ്മ വന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഹബീബിന് ഇഷ്ടമാണ്. 15 വയസ്സ് മുതിർന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മയും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ, അല്ലേ? പഴയ കാലത്ത് അങ്ങനെ ഏർലി മാരേജുകളല്ലേ. തങ്ങളുടെ ഒരു ഉമ്മയുടെ സ്ഥാനം ആ ബീവി വഫാത്താകുന്നവരെ വേറൊരു പെണ്ണിനെ തങ്ങൾ കല്യാണം കഴിച്ചില്ല. തങ്ങൾ പറയും, ആയിഷ ബീബിയൊക്കെ പറഞ്ഞു, നബിയെ, വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയെക്കാളൊക്കെ നല്ല മുന്തിയ ആളുകളെ അള്ളാഹു പകരം തന്നിട്ടില്ലേ ഞാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ആയിഷ, എന്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല. വറുസ്ഖ്തു മിൻഹാ വലദ്, എനിക്ക് കുഞ്ഞുണ്ടായത് ഖദീജയിലാണ് എന്നും തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി എന്ന നബി തങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അഭയം, ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി, ചിന്തകളുമായി, ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു സമൂഹധർമ്മത്തിന് ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് അടിമവേലയല്ല, അത് ഇസ്സത്താണ്. ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിച്ചു വാരിയിരുന്നുവെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല, അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല്ല് എന്ന് ഉസ്താദുമാർ അർത്ഥം പറഞ്ഞു തരുന്ന ആസുകല്ല്, കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ മുറിവുകളുണ്ടായിരുന്ന മഹദിയാണ് ഹബീബിന്റെ പൊന്നുമോൾ. രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഫാത്തിമത്തു സഹ്റാ. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ല പെങ്ങളെ, സഹോദരിമാരെ, അഭിമാനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിന് അഭിമാനം കൊടുത്ത, സമാധാനം കൊടുത്ത, ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണവര്. അതുകൊണ്ടാണ് നബിയെ ഖദീജ വരുന്നു എന്ന് ജിബ്രീലു അലൈഹിസ്സലാം, ഹാദിഹി ഖദീജ, നബിയെ ഖദീജ ബീവി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങയുടെ അരികത്തേക്ക് വരുന്നുണ്ട്. ഒരു കയ്യിൽ കറിയുണ്ട്, ഭക്ഷണമുണ്ട് ബീവിയുടെ കയ്യിൽ.
ആ ഭക്ഷണം അങ്ങേക്കു തരാൻ ഖദീജ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഹബീബിന്റെ മുമ്പിൽ ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക, പറയണേ അഖ്രിഹാ മിനല്ലാഹിസ്സലാം വമിന്നിസ്സലാം. അല്ലാഹു ഖദീജ ബീവിയോട് അസ്സലാമു അലൈക്കും ഖദീജ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ജിബ്രീലായ ഞാനും അസ്സലാമു അലൈക യാ ഖദീജ, എന്റെയും അല്ലാഹുവിന്റെയും സലാം ഖദീജയോട് പറഞ്ഞു കൊടുക്കണേ. വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഹബ ഫീഹാ വലാ നസബ്. ഒറ്റമുത്തിനാലുള്ള വലിയ ഒരു ഒറ്റമുത്തിന്റെ കൊട്ടാരം ബീവിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ഒരു ക്ഷീണമോ ഒരു ബഹളമോ ഒരു അപശബ്ദമോ പോലും കേൾക്കാതെ ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഒറ്റമുത്തിന്റെ ഒരു കൊട്ടാരം ഖദീജ ബീവിക്കുണ്ടെന്നും ആ ബീവിയോട് പറയണേ നബിയേ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ആ പ്രായമായ സമയം ഹബീബാ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ 66 വയസ്സ് പ്രായമുണ്ട്. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ബീവി വഫാത്താകുന്നത്. ബീവിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയെ. അങ്ങേക്ക് സമാധാനം തന്നവരാണവര്, അങ്ങയെ ആശ്വസിപ്പിച്ചവരാണവര്. ഇസ്മായിൽ നബിയുടെ ഭാര്യയെ കാണാൻ വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പെണ്ണിനോട് ചോദിച്ചല്ലോ, മക്കയിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി മിനിമം 5 ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്. 2000-ലേറെ കിലോമീറ്റർ ഒരു സൈഡിലേക്ക്, തിരിച്ചു പോകുമ്പോൾ 2500 കിലോമീറ്റർ, അങ്ങനെ 5000 കിലോമീറ്റർ ഒരു ട്രിപ്പിൽ. അങ്ങനത്തെ 5 ട്രിപ്പ് ആലോചിച്ച് നോക്കി. 25000 കിലോമീറ്ററൊക്കെ അള്ളാഹുവിന് മരുഭൂമിയിൽ നടന്ന നബിയാ ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞ കല്ല് മഖാം ഇബ്രാഹിമിൽ അള്ളാഹു പിടിച്ചു വെച്ചത്. അള്ളാഹ്ക്ക് നടന്ന കാലാണിത്. തവാഫ് ചെയ്യുമ്പോഴേ കാല് മുട്ട് മുറിയുന്നു എന്നൊക്കെ തോന്നും. സഫാ മറുവയും കൂടെ നടന്നാൽ പിന്നെ പൂതി തീരും. അള്ളാഹ് ഉംറ എത്ര അടങ്ങാറാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. എല്ലാവരും ആരും ഉംറ ചെയ്തു, 5 ചെയ്തു, പടച്ചോനെ എന്നെ കൊണ്ട് ഒന്നെന്നെ ആവുന്നില്ലല്ലോ. സഫാ മറുവന്റെ അടിയിൽ 4 നടക്കുമ്പോൾ ഇനിയിപ്പോൾ തീരാനായോ, ഇനിയിപ്പോൾ 7 എപ്പോഴാ തീരാൻ. സുബ്ഹാനല്ലാഹ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. എൻ്റെ ഇബ്രാഹിം നബി നടന്നിട്ട് കാലിൻ്റെ ആ പരിശുദ്ധ കാല് എനിക്ക് വേണ്ടി കഅബാലയം പണിതപ്പോൾ ആ കാലിൻ്റെ അടയാളം ഒരു പാറയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് അതിൻ്റെ ബാക്കിരുന്ന് 2 റക്അത്ത് നിസ്കരിക്കിൻ. നിങ്ങൾ 4 നടത്തം 7 ഷൗത്ത് നിങ്ങൾ കഅബക്ക് ചുറ്റും നടന്നപ്പോൾ സഈ ചെയ്തപ്പോൾ നിങ്ങൾ തളർന്നല്ലേ? എനിക്ക് വേണ്ടി നടന്ന കാലാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം വരും. 25,000 കിലോമീറ്റർ മിനിമം ഒട്ടകപ്പുറത്തും നടന്നുകൊണ്ടും അള്ളാഹ്ക്ക് വേണ്ടി മക്കയിൽ വന്ന നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ വരവിലെ സെക്കൻഡ് ലാസ്റ്റ് വരവ്, പിന്നൊരു വരവും കൂടെ വന്നു. ആദ്യത്തെ വരവ് വന്നപ്പോ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇസ്മായിൽ എവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ പോയതാണ്. എപ്പോ വരും അറിയില്ല. മോളെ ജീവിതം എങ്ങനെയാണ്? ഭയങ്കര കഷ്ടപ്പാടാ. എന്തേ? ഒരു ഭക്ഷണവും ഇല്ല, ഒന്ന് കുടിക്കാനും ഇല്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല, ടൂർ കൊണ്ടുപോകണില്ല. എന്ത് ജീവിത. ഇസ്മായിൽ വരുമ്പോ പറയണേ, ഒരാൾ ഇവിടെ വന്നിരുന്നു, വാതിൽ കട്ടിൽ മാറ്റണം എന്ന് പറഞ്ഞു കിട്ടോ എന്ന് പറഞ്ഞു. നിന്നെ തൊലാക്ക് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്മായിൽ നബി വന്നപ്പോൾ പറഞ്ഞു, ഒരാൾ ഇവിടെ വന്നിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുമുഖനായ നബിയാണ്. റസൂലുള്ളാഹി തങ്ങളോട് സാദൃശ്യമുള്ള നബിമാരിലെ ഒരു നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മുൻജിദ് എന്ന് പറഞ്ഞ അറബിയുടെ ഭാഷ നിഘണ്ടു ഉണ്ടല്ലേ, അൽ മുൻജിദ്. അതിൽ ഇബ്രാഹിം നബിന്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അയാൾ നസ്രാനിയാണ്, അത് ഉണ്ടാക്കിയ ആള്. ഇവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ഏതോ ഒരു വികൃതമായ രൂപമാണ്. അതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മിഅ്റാജിൽ ഇബ്രാഹിം നബിയെ പുണ്യനബി കണ്ടു എന്നിട്ട് പറഞ്ഞു, അഷ്ബഹുകും ബിഹി സാഹിബുകും. ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ആള് നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. തങ്ങളാണെങ്കിലോ അജ്മലുൻ നാസി ഖാസിബതൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജമാലുള്ള ഖമാലുള്ള ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇബ്രാഹിം നബിന്റെ കഥയൊക്കെ പറഞ്ഞു. ഒരാൾ വന്നിരുന്നു, പേരൊന്നും ആ പെണ്ണിന് അറിയില്ലല്ലോ. എന്നോട് പറഞ്ഞു വാതിൽ കട്ടില് മാറ്റണമെന്ന് പറഞ്ഞു. അതെന്റെ വാപ്പയാണ്.
പ്രബോധന ജീവിതവുമായി നടക്കുന്ന എന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല, നിനക്കതൊന്നും നടക്കൂല. അതുകൊണ്ട് നിന്നെ തൊലാക്ക് ചൊല്ലി വേറൊരു പെണ്ണ് കെട്ടണമെന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞത്. അതുകൊണ്ട് അൻതി ത്വാലിഖുൻ, ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിത്തരാണ്, നീ വേറെ ആരെങ്കിലും കൂടെ പോയി ജീവിച്ചോ. വേറൊരു പെണ്ണ് കല്യാണം കഴിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വന്നു. അങ്ങനെ ഇതേ ചോദ്യം ചോദിച്ചു. അന്നും കഷ്ടപ്പാടാണ്. ആ പെണ്ണ് പറഞ്ഞു, ജീവിതം വളരെ റാഹത്താണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇസ്മായിൽ നബി ഇപ്പം അവിടെ ഇല്ല, വരും, പുറത്തു പോയതാണ്. കൈഫ ഐഷുക്കും, എങ്ങനെയുണ്ട് ജീവിതം? റാഹത്താണ്, ഒരു കുഴപ്പമില്ല. ഒന്നാ പറയണേ, വാതിൽക്കട്ടിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്തേ? ദഅവത്തിനെ സഹായിക്കുക എന്നത് ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്, ഒരു ഭാര്യയുടെ ബാധ്യതയാണ്. അതവര് സമാധാനം കൊടുക്കണം. പുരുഷന്മാർ ഒരുപാട് ദൗത്യം നിർവഹിച്ചു വരുന്നവരാണ്. പുണ്യ നബി തങ്ങൾക്ക് സമാധാനം നൽകിയ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവര് ലോകത്തോട് വിട പറയുന്നു. നബി തങ്ങൾക്ക് മക്കയിൽ അഭയം നൽകിയിരുന്ന നബി തങ്ങളുടെ അത്താണിയാണ്, നബി തങ്ങളുടെ മൂത്താപ്പയായിരുന്ന, എന്നാൽ മുസ്ലിമല്ലാതെ കാഫിറായിട്ട് തന്നെ ജനിച്ചു, കാഫിറായിട്ട് ജീവിച്ചു മരിച്ചു എന്ന് ജംഹൂറുൽ ഉലമാഉം പറയുന്ന നബി തങ്ങളുടെ അമ്മായിരുന്ന അബൂ ത്വാലിബ് എന്നവര് മുത്താപ്പയാണ്, പക്ഷേ മുസ്ലിമായില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയെ. ആരാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത്, ആരുടെ മനസ്സുകളാണോ ഹിദായത്ത് അർഹിക്കുന്നത്, അവർക്കാണ് അല്ലാഹു അത് കൊടുക്കുന്നത് എന്ന ആയത്തിറങ്ങിയത് അബൂ ത്വാലിബിന്റെ വിഷയത്തിലാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയാ. അബൂ ത്വാലിബ് കാഫിറായിരുന്നു എന്നത് അല്ലാഹു ചെയ്തൊരു ഹിക്മത്താണ്. അബൂ ത്വാലിബ് എങ്ങാനും മുസ്ലിമായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബിനെ മക്കക്കാർ അംഗീകരിക്കുമായിരുന്നില്ല. അബൂ ത്വാലിബിന്റെ കുഫറിൽ തന്നെ നിലകൊള്ളുകയും നബിതങ്ങൾക്ക് സംരക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഹബീബ നബിതങ്ങൾക്ക് മക്കയിൽ പേടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞത്. അവിടെ തനിയായികൾക്ക് പേടിയായിരുന്നു, പക്ഷെ ഹബീബിനെ തൊടൂല. അബൂ ത്വാലിബിന്റെ കണ്ണ് വെട്ടിച്ച് വല്ലതും നടന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു ഹിക്മത്ത് റബ്ബിനുണ്ട്. നമുക്കറിയുമോ, ഹിജ്റ എന്ന് പറയുന്ന സംഭവം മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500-ലേറെ കിലോമീറ്റർ പുണ്യനബി യാത്ര പോയതും ഹിറാ ഗുഹയല്ല, സൗർ ഗുഹയിൽ നബിതങ്ങൾ 3 ദിവസം താമസിച്ചതും ചിലന്തി വല നെയ്തതും മാടപ്രാവെന്ന് കൂടുകെട്ടിയതും ഹബീബിരിക്കുന്ന ഗുഹയിലേക്ക് നോക്കാൻ അവർക്ക് തോന്നാതിരുന്നതും 3-ാം നാളിൽ സിദ്ദീഖുകളും നബിതങ്ങളും അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ഗൈഡും അവിടെ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തുടരുകയും 11-ാമത്തെ ദിവസം മദീനയിൽ എത്തിച്ചേരുകയും ചെയ്ത ആ ഹിജ്റയിൽ നബിതങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത് കാഫിറായ അബ്ദുല്ലാഹിബിൻ ഉറൈഖത്താണ്. അൽ മുസ്ലിം ആയിരുന്നില്ല. അള്ളാഹിന്റെ ഹിക്മത്താണത്, അള്ളാഹിന്റെ ഹിക്മത്താണ്. കാഫിര്യങ്ങൾ മുഴുവൻ നബിയെ കൊല്ലാൻ വേണ്ടി നടക്കുക. അപ്പൊ ഗൈഡായി വരുന്ന ആള് കാഫിറായിരുന്നു. നോക്കണം, ആ മനുഷ്യൻ നബിയെ പറ്റിക്കാൻ തോന്നിയില്ല, സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിച്ചു കൊടുത്തു. അബൂ ത്വാലിബും മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞ 1 വർഷം നബി തങ്ങൾ ആ വർഷത്തെ വിളിച്ചു ആമുൽ ഹുസ്ൻ. ഇത് ദുഃഖത്തിന്റെ വർഷമാണ്. ദ ഇയർ ഓഫ് ഗ്രീഫ്, ഇയർ ഓഫ് ഗ്രീഫ്, ദുഃഖത്തിന്റെ വർഷം. അങ്ങനെ ഒരു കൊല്ലൊന്നും നബി തങ്ങൾ സങ്കടപ്പെട്ടിരിക്കാറില്ല. പക്ഷേ ഖദീജ ബീവി വഫാത്തായപ്പോൾ ഹബീബിന് ദുഃഖം വന്നു. അവിടെയാണ് നബി തങ്ങൾ, ഇനി റബ്ബേ, മക്കയിൽ അബൂ ത്വാലിബ് ഇല്ലാതിരുന്നാൽ എന്റെ ജീവൻ അവരെ വില കൽപ്പിക്കില്ലല്ലോ, എനിക്ക് സംരക്ഷണം നൽകാൻ മക്കയിൽ ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് ഞാൻ ത്വായിഫ് വരെ ഒന്ന് പോയാലോ. അവിടെ നബി തങ്ങളുടെ ഉമ്മയുടെ നാട്ടുകാരാണ്, ബനൂ സഖീഫുകാരുണ്ട്. അവിടെ അബ്ദു കുലാലിനോട് അഭയം ചോദിക്കാം. അവര് അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, നബി തങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചില്ലേ, ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ. ആരെയാണിത്? ലോകത്തിന്റെ ഗുരുവായ അറിവും ഹിക്മത്തും സത്യസന്ധതയുമല്ലാതെ, സൽസ്വഭാവമല്ലാതെ മറ്റൊന്നും അവർ കണ്ടിട്ടില്ല നബിയിൽ നിന്ന്. ആ സദ്വൃത്തനായ മഹാമനുഷ്യനെ, അഷ്റഫുൽ ഖൽഖിനെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ചില്ലേ അവര്? എത്ര വലിയ ക്രൂരതയാണത്! അവിടെയാണ് ഹബീബ നബി തങ്ങൾക്ക് ഒരു കൂട്ടം ജിന്നുകളെ അള്ളാഹു അയച്ചു കൊടുക്കുന്നത്. നബിയേ, ഖുൽ പറയണേ, ഊഹിയ ഇലയ്യ
أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به. തായിഫുകാരങ്ങയിൽ ഈമാൻ കൊണ്ടില്ലെങ്കിൽ എന്തിന് സങ്കടപ്പെടണം? കാണപ്പെടാത്ത ഒരു ലോകത്തെ മനുഷ്യരല്ല, ജിന്നുകളുണ്ടല്ലോ. ആ ജിന്നുകളിൽ വലിയ VIP-കളായ ജിന്നുകൾ അങ്ങയെ കണ്ട് ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട് നബിയെ. ത്വായിഫ് കഴിഞ്ഞു വരുമ്പോൾ ത്വായിഫിൽ അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയനായ അടിമയാണ് ത്വായിഫ് ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കി ആരും മനുഷ്യരിൽ സ്വീകരിച്ചില്ല, ജിന്നുകളുണ്ട്. അദ്ദാസ് തങ്ങൾക്ക് മുന്തിരി കൊണ്ടുപോയി കൊടുത്തതാണ്. വിഷമിച്ച് കാലിന്ന് ചോര വരാൻ നമ്മൾ ആലോചിക്കണം. നഖം ഒന്ന് മുറിക്കുമ്പോൾ നെയിൽ കട്ടർ ഒന്ന് കയറിപ്പോയാൽ ആ വേദന 4 ദിവസം ഉണ്ടാവും അല്ലേ? നമ്മളറിവോടെ നമ്മൾ മുറിച്ചുണ്ടാക്കിയത്, ലേശം തൊലി അങ്ങ് കയറിയതാ മൂലയിൽ, പിന്നെ ആ വിരല് പഴുക്കാൻ തുടങ്ങും, കാല് വേദനിക്കും. ഇത് ചോര ഒലിച്ചു ഹബീബിന്. ഇൻ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. വിരലിനെ നോക്കി, ചോര ഒലിക്കുന്ന വിരലിനെ നോക്കി ഹബീബ് പറയാറുണ്ട്, വിരലേ, അള്ളാഹുവിനെ ത്യാഗം ചെയ്യുന്നിടത്ത് ഈ ചോരയൊക്കെ ഒരു ചോരയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമിച്ചിരിക്കുമ്പോ ഒരു പാത്രത്തിൽ മുന്തിരിയുമായി വരുന്നു ഒരു അടിമച്ചക്കൻ. എന്താ പേര്? അദ്ദാസ്. ഇതാരെ കൊടുത്തയച്ചതാ? എൻ്റെ യജമാനന്മാർ. പൊരുത്തുള്ള മുതലാന്ന് മനസ്സിലായി. അങ്ങനെ മുന്തിരി എടുത്ത് കഴിക്കാം. നാട്ടിലത്തെ മുന്തിരി എന്ന് പറയട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് പറയാം. കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള സാധനം മുന്തിരിയാണ്. കാരണം മുന്തിരിക്ക് അടിക്കുന്ന, അതുപോലെ നെല്ലിക്ക, നമ്മളുടെ നെല്ലിക്ക ജ്യൂസ് ഇങ്ങനെ വാങ്ങി കുടിക്കണേ, നെല്ലിക്കയ്ക്കും മുന്തിരിക്കും അടിക്കുന്ന വിഷം. നെല്ലിക്കൊക്കെ അതിൻ്റെ ഫാമിൽ മരുന്നടിച്ച 4 ദിവസം മനുഷ്യന്മാർക്ക് കിടക്കാൻ പാടില്ല എന്നാണ് നെല്ലിക്കത്തോട്ടത്തിൽ. അതാ നമ്മളിങ്ങനെ നെല്ലിക്ക ജ്യൂസ് വരട്ടെ 2 നല്ലതല്ലേ, തടിക്ക് കൊളസ്ട്രോളൊക്കെ കുറയല്ലോ. അത് മര്യാദക്ക് കഴുകിയിട്ടുണ്ടോ? ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ടോ? അതുപോലെ കഴുകേണ്ട സാധന മുന്തിരി. ഞാനൊക്കെ ആലോചിക്കും, റബ്ബേ, ദുബൈയിലും നമ്മൾ ഗൾഫിലൊക്കെ എത്ര എയർ കണ്ടീഷൻ ചെയ്ത ഫ്രീസർ ചില്ലറുകളിലായി മുന്തിരിയൊക്കെ വെക്കുക. ഇവിടെ റോഡ് സൈഡിൽ വെയിലും കൊണ്ട് അങ്ങനെ റോഡ് സൈഡിൽ വെക്കുന്ന മുന്തിരിയൊക്കെ അതാ അങ്ങനെ വീർത്ത് നിൽക്കുന്നത്. ഞാൻ വിചാരിക്കും, റബ്ബേ, ഇത് എന്തൊരു പവർഫുൾ സാധന. അപ്പൊ ഈ മരുന്നിന്റെ ഡോസിലാണ് നിൽക്കുന്നത്, കേട് വരൂല. കേട് വരണമെന്ന് വിചാരിച്ചാലും വരില്ല, അത്രക്കും മരുന്ന് കുടിച്ചിരിക്കുന്ന സാധനം. അതുകൊണ്ട് ശരിക്ക് പച്ചവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിട്ടേ കുട്ടികൾക്കോ നിങ്ങളോ അത് കഴിക്കാൻ പാടുള്ളൂ. അള്ളാനെ വിചാരിച്ച് പറയാണ്, വിഷം, ഏറ്റവും കൂടുതൽ വിഷം പമ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന നാട് നമ്മുടെ നാടാണ്, ഇന്ത്യക്കാരാണ്. ഇവർ ചങ്ങായി ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നിൻ്റെ ഗുളിക പൊടിച്ചിട്ട് ഈത്തപ്പഴത്തിൻ്റെ കൂരൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂരും വെച്ചിട്ട് റമദാനിൽ ആൾക്കാരെ പറ്റിക്കൽ അങ്ങനെ. ട്രെയിനിലൊക്കെ നോമ്പുറക്കണ്ടേ, ഇതാ കഴിച്ചോളൂ എന്ന്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴയല്ലേ കഴിക്കും. അപ്പോൾ ഇതിൽ ഇവർ വെള്ളം ഉറ്റിച്ചിട്ട് 3 ഗുളിക ഇങ്ങനെ കയ്യിൽ പരത്തി പേസ്റ്റ് ആക്കിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തേച്ച് പോലീസുകാരൻ കാണിപ്പിക്കേണ്ട അയാളെ തട്ടിപ്പടത്തം പിടിച്ചതാ. അപ്പോൾ എന്താ, റോസ റക്കിനെ വാലോക്ക് ദേനെ കേലി, നോമ്പൂർത്തി നടക്കണ പച്ചപ്പാവങ്ങൾക്ക് നോമ്പൂരിക്ക് അവൻ്റെ വക ഈത്തപ്പഴം, അത് തിന്നാൽ അവിടെ വീണു, പിന്നെ പോക്കറ്റിലെ മുഴുവൻ സാധനം എടുത്തിട്ടാ പോവാ. ഇങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞതൊരു സംസ്കാരമായി നമ്മുടെ നാട് മാറുമ്പോൾ എന്തൊരു വേദനയാണ്. മനുഷ്യന്മാരെ കൊന്നിട്ട്, നിനക്കാണെന്ന വല്ല ശവപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ജീവിക്കല്ലേ, മനുഷ്യന്മാരെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കുക. പുണ്യ നബി മുന്തിരി കഴിക്കാൻ. അങ്ങോട്ട് തിരിച്ചു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസിന്റെ മുമ്പിലിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മുന്തിരി കഴിക്കാൻ തുടങ്ങി. എന്ന് വിഷടിക്കാത്തൊരു സാധനം ഈത്തപ്പഴാണ്. അതിന് പൊടി ഉണ്ടെങ്കിൽ ആ പൊടി തട്ടിക്കളഞ്ഞാൽ മതി എന്ന് തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഷടിക്കാത്ത സാധനം. ഇനി അത് നമ്മൾ നാട്ടുകാർ അടിക്കാൻ തുടങ്ങുമെന്ന് അല്ലാഹു അലം, പറഞ്ഞതാരും അറിയണ്ട. ഇത് ഈത്തപ്പഴത്തിന് വല്ലാത്തൊരു സംഭവമല്ലേ ഇത്. മരുഭൂമിയിലെ ഏറ്റവും കത്തുന്ന ചൂട്, മരങ്ങൾ മുഴുവൻ കത്തിപ്പോകുന്ന ചൂട്, ആ ചൂടത്തുണ്ടാകുന്ന ഏറ്റവും നല്ല മധുരമുള്ള പഴം ഈത്തപ്പനക്ക് കുറച്ച് വെള്ളം മതിയെന്ന. നല്ല ചൂടില് നീർന്നു നിന്ന് തളരാതെ
ഏറ്റവും നല്ല മധുരമുള്ള പഴം കൊടുക്കുന്ന മരം. അതുകൊണ്ട് പറഞ്ഞു മഥലുഹാ കമഥലിൽ മുഅ്മിൻ, ഈത്തപ്പന ഒരു വിശ്വാസിയുടെ അടയാളമാണ്, വിശ്വാസിയുടെ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നത് മദ്രസ ഉസ്താദുമാരെ പറ്റി പറയാൻ പറ്റുന്ന ഒരു ഹദീസാണ്. അല്ലെങ്കിൽ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ അവർ ചെറിയ ശമ്പളം വാങ്ങിക്കുന്നുള്ളൂ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു കുറേ ചെറിയ ശമ്പളം. അത് കമ്മിറ്റിക്കാർ 2000 രൂപ കൂട്ടണ്ടേ, 10 കൊല്ലമായാലും ഉസ്താദുമാർക്ക് എന്തിനാ അവർക്ക് എന്താ പണിയുള്ളത്? നിങ്ങൾ പണി കൊടുക്കീൻ. ഒരു മാസത്തിൽ ഒരു പുരക്കാർക്ക് ജീവിച്ചു പോകാവുന്ന മാന്യമായ ശമ്പളം കൊടുക്കണ്ടേ നമ്മൾ അവർക്ക്? പണിയില്ല എന്ന് പറഞ്ഞാൽ പണി കൊടുക്കീൻ. 2 മണിക്കൂറല്ലേ ഉള്ളൂ, എന്നാ പിന്നെ അവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കും, അവിടെ പിടിച്ച് കെട്ടിയിടല്ലേ. അപ്പൊ നിങ്ങൾ പണി കൊടുക്കുക, ഇല്ലെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കുക. എന്നിട്ട് അവർക്ക് കുട്ടികളെ കെട്ടിക്കണമെങ്കിൽ പിരിവുണ്ടാക്കണം, വീട് വെക്കണമെങ്കിൽ നാട് മൊത്തം ചുറ്റണം. എന്തും നാണക്കേടാക്കലല്ലേ അത്? അങ്ങനെ ചെയ്യരുത്. വളരെ ചെറിയ ശമ്പളത്തിൽ നാട്ടുകാരുടെ മുഴുവൻ പഴി കേൾക്കണം, മക്കളെ നന്നായിട്ട് ഒച്ചട്ട് പഠിപ്പിക്കണം, പരീക്ഷയ്ക്ക് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് എല്ലാ കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ട് നമ്മുടെ മക്കളെ ഖുർആൻ ഓതുന്ന നല്ല മക്കളാക്കിയവർ സമൂഹത്തിന് സമർപ്പിക്കുക. ഈത്തപ്പഴം പോലെ മധുരമുള്ള ഒരു ഫലം തരുന്നു, പക്ഷെ കുറഞ്ഞ വേതനത്തില്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ഈന്തപ്പന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, പുണ്യനബി തങ്ങൾ ആ മുന്തിരി കഴിക്കുമ്പോൾ പറഞ്ഞു ബിസ്മില്ലാഹ്. അദ്ദാസ് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ പറഞ്ഞത്? ഈ നാട്ടിലാരും ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. തങ്ങൾ ചോദിച്ചു, അദ്ദാസ് നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. നീനവ ഇറാഖിലെ ഒരു നഗരമാണ്. നീനവക്കാരനാണ്. ഓ, നീനവക്കാരനാണോ? യൂനുസ് ഇബ്നു മത്തായിയുടെ നാട്ടുകാരനാണോ അലൈഹിസ്സലാം? മത്തായിയുടെ മകൻ യൂനുസ് നബിയുടെ നാട്ടുകാരൻ. യൂനുസ് നബിയെ നിങ്ങൾ എങ്ങനെ അറിയും? യൂനുസ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, ഞാനും അള്ളാഹുവിന്റെ റസൂലാണ്. അങ്ങനെയോ? ആരാ റസൂൽ? എനിക്ക് പഠിപ്പിച്ചു തരൂ. അങ്ങനെ ഒരു ബിസ്മില്ല കേട്ട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു. ക്രിസ്തീയനായ ഒരു അടിമയായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു. ത്വായിഫ് എന്ന് കിട്ടിയ ആകെ ഒരു മുസ്ലിം, ബിസ്മില്ല കൊണ്ട് കിട്ടിയ മുസ്ലിം അദ്ദാസ്. നമ്മൾ ഓർക്കുക, തിന്നുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തായ ബിസ്മില്ല എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്ന സുന്നത്ത് കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച അദ്ദാസ് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണേ. ആ ത്വായിഫിന്റെ വേദന കണ്ട് നബി തങ്ങൾ ഖർനു സആലിബ് എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിന്റെ അരികത്ത് വന്നു. അവിടെയാണ് ത്വായിഫിന്റെ മീഖാത്ത് എന്ന്. അതാണ് സൈലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്ത്. അവിടെ നിന്നാണ് UAE നിന്നും റിയാദ് നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുക. സൈലുൽ കബീർ അത് നബി തങ്ങൾ ഇരുന്ന് ദുആയിരുന്ന ഒരു സ്ഥലമാണ്. നോക്കണം, അല്ലാഹു അത് മീഖാത്തായിട്ട് അല്ലാഹു നിശ്ചയിച്ചു. യാ റബ്ബൽ മുസ്തദ്അഫീൻ, വല്ലാത്തൊരു ദുആയാണ്. പുണ്യനബിയുടെ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നു. ആരെങ്കിലും അഭയം തരുമോ എന്ന് ചോദിച്ച് ത്വായിഫിലേക്ക് വന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ആ ജനതയുടെ ക്രൂരതക്ക് ശിക്ഷ കൊടുക്കട്ടെ എന്ന് മലക്കുൽ ജിബാൽ വന്ന് ചോദിച്ചപ്പോ ആ 2 മാമലകളെ ത്വായിഫുകാർക്കിടയിലെന്ന് ചതച്ചരക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും വേണ്ട, അവരാരും സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ മക്കളുടെ മക്കളോ തൗഹീദിന്റെ വക്താക്കളായി വരികയാണെങ്കിൽ അതല്ലേ നമുക്ക് ഉത്തമം. അതുകൊണ്ട് ജിബ്രീലെ അവരെ തൊടരുത്, മലക്കുൽ ജിബാലെ അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പാറക്കെട്ടിന്റെ മുകളിൽ കയറി കൈയുയർത്തി ദുആ ചെയ്യുന്നു, യാ റബ്ബൽ മുസ്തദ്അഫീൻ. പാവപ്പെട്ടവരുടെ, പ്രയാസപ്പെടുന്നവരുടെ, അഭയമില്ലാത്തവരുടെ റബ്ബായ അഭയമേ അല്ലാഹുവേ. ഇലാ മൻ തകിലുനി, ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ യതജഹമുനി, എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനെയാണോ എന്റെ മേൽ നീ അധികാരം ഏൽപ്പിച്ചത്? അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ ശത്രുവിനെയാണോ എന്റെ വിഷയം റബ്ബേ നീ ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാ നീ ഏൽപ്പിച്ചത്? നീയല്ലയോ അധസ്ഥിതരുടെ, പാവപ്പെട്ടവരുടെ റബ്ബ്. അല്ലാഹുവേ,
ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ സംഭവിച്ചതെല്ലാം ഞാൻ സഹിക്കാം, എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെട്ടല്ല ഇത് ചെയ്തതെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, മുഅ്മിനീങ്ങളാണെങ്കിൽ തന്നെ, ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിൽ തന്നെയും അവർക്ക് അസുഖങ്ങൾ വരാം, മാരകമായ രോഗങ്ങൾ വരാം, അപകടങ്ങൾ സംഭവിക്കാം, നട്ടെല്ല് മുറിഞ്ഞ് കടന്നു പോകാം. അതൊന്നും അവർ ചെയ്ത തെറ്റിന് അല്ലാഹു ചെയ്ത ശിക്ഷയാണെന്ന് പറയരുതേ. കാരണം അള്ളാന്റെ അഹബ്ബുൽ ഖൽഖായ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരിൽ ഏറ്റവും നല്ല സൃഷ്ടിയായ പുണ്യനബി തങ്ങളുടെ കാലാണ് ചോരയൊലിച്ചിവിടെ കിടക്കുന്നത്. തങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണോ? അത് ഒരിക്കലുമല്ലല്ലോ. തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ വന്നോ? അത് ശിക്ഷയാ. തെറ്റില്ലാതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന പരീക്ഷണമാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്തൊരു തെറ്റുണ്ടോ? നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ റബ്ബിനും ഇടയിൽ. അപ്പൊ ഒരു പരീക്ഷണം വന്നാൽ അല്ലാഹു തന്ന ഉണർത്തലാണ്, ശിക്ഷയാണ്. നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായി നിങ്ങളുടെ അറിവിലേ ഇല്ല എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പരീക്ഷണമാണ്, നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ഈമാനും പരീക്ഷിക്കാൻ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കിത് പ്രശ്നമല്ല റബ്ബേ. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം. അല്ലാഹ് പ്രകാശമല്ല, അല്ലാഹു പ്രകാശത്തിന്റെ സൃഷ്ടാവാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. സൂറത്തുൻ നൂറിലെ ആ പ്രഗൽഭമായ ആയത്ത്, 35-ാമത്തെ ആയത്തല്ലേ അത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ആയത്തിൽ പറയുന്ന വാക്ക് പോലും അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന്. എങ്ങനെ? അല്ലാകാശ ഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു. അല്ല, പ്രകാശം സൃഷ്ടിയാണ്. അല്ലാഹു ഒരിക്കലും അവന്റെ സൃഷ്ടിയല്ല. അല്ലാഹു ഖാലിഖു നൂരിസ് സമാവാതി വൽ അർള്. അങ്ങനെ അതിന്റെ വ്യാഖ്യാനം. ആകാശ ലോകങ്ങളുടെ പ്രകാശത്തിന്റെ സൃഷ്ടാവാണ് അല്ലാഹു. അങ്ങനെ മനസ്സിലാക്കണം. അല്ലാഹ് പ്രകാശമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ തോന്നുന്നതെല്ലാം മഖ്ലൂഖാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളെ പോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹു. തആല അല്ലാഹു അൻഹു ഉലുവൻ കബീറാ. അല്ലാഹു മഹോന്നതനാണ്. അല്ലാഹുവേ, അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത്. ഇരുട്ടുകളായ ഇരുട്ടുകളെ മുഴുവനും പറിച്ചു നീക്കി പ്രകാശം പരത്തുന്ന നിന്റെ പരിശുദ്ധ ദാത്തിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിഷയങ്ങളെ നന്നാക്കി തരാൻ നിന്റെ ഇടപെടൽ കൊണ്ടല്ലേ സാധിക്കൂ. ആ നിന്റെ പരിശുദ്ധമായ ദാത്തിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. എന്ത്? ഒരിക്കലും നിന്റെ ദേഷ്യം എന്നിൽ വരരുതേ റബ്ബേ, നീ എന്നോട് ദേഷ്യപ്പെടരുതേ റബ്ബേ. ലകൽ ഉത്ബാ ഹത്താ തർദാ. നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്കാണ് റബ്ബേ. എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും നിന്നോട് മാത്രമാണ് റബ്ബേ. പുണ്യനബിയുടെ ദുആയാണ്. അതുകൊണ്ടാണ് ആ ദുആ കേട്ടതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാഇന്റെ ആയത്തിന്റെ അവസാനം 2 ഇസ്മല്ല ഉപയോഗിച്ചു റബ്ബിന്റെ. വഹുവസ് സമീഉൽ ബസീർ. അത് ഈ സംഭവത്തെ ബന്ധിപ്പിക്കാനാണ്. 3 സ്വലാത്ത് ചൊല്ലുന്നു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله സ്വീകരിക്കട്ടെ.